ഹലോ, നമ്മുടെ മൂന്നാമത്തെ വെക്ടർ അനാലിസിസിലെ മൂന്നാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ആദ്യമായി നമ്മളൊരു ഡയറക്ഷനുള്ള ഓപ്പറേറ്ററിനെ പഠിക്കുകയാണ്. നമുക്കറിയുന്ന ഓപ്പറേറ്ററുകൾക്കൊന്നും തന്നെ ഇതുവരെ നമ്മൾ ഡയറക്ഷൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഡെൽ എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്പറേറ്ററിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഓപ്പറേറ്റർ ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു സ്കാലറിൻ്റെ മുകളിലും ആക്ട് ചെയ്യാം, ഒരു വെക്റ്ററിൻ്റെ മുകളിലും ആക്ട് ചെയ്യാം. സ്കാലറിൻ്റെ മുകളിൽ വെക്റ്റർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡെൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ സാധാരണ വിളിക്കുക ഗ്രേഡിയൻറ്റ് എന്നാണ്. ആ ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ എന്താണ് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാലർ ഫംഗ്ഷൻ ഓരോ പോയിന്റിലും എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഹൗ മച്ച് ദേ ചേഞ്ച്, ഏത് ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നത്, മാക്സിമം ചേഞ്ചിൻ്റെ ഡയറക്ഷൻ ഏതാണ്, ആൻഡ് ഹൗ മച്ച് ഇസ് ദാറ്റ് ചേഞ്ച്. അതാണ് നമുക്ക് ഓരോ പോയിന്റിലും ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ തരുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലം വളരെ വിശദമായി ഒരുവിധം എല്ലാ ആളുകളും തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയായിരിക്കും ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ധരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായിട്ടുള്ളൊരു പ്രോബ്ലം അല്ല ഈ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മൗണ്ടൻ്റെ ഫംഗ്ഷൻ, ഹൈറ്റിൻ്റെ ഫംഗ്ഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുവെ എച്ച് എന്നുള്ള രീതിയിൽ തന്നിട്ടുള്ളത്. അപ്പം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓരോ പോയിന്റിലും നിങ്ങൾ മൗണ്ടൻ്റെ സൈഡിലുള്ള ഏത് പോയിന്റുകളിൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഗ്രേഡിയൻ്റ് എടുത്താൽ എന്താ ഉണ്ടാവുക, അതിനൊരു ഇൻക്രീസ് ഉണ്ടാവും, അതിനൊരു ഡെഫിനറ്റ് വാല്യൂ ഉണ്ടാവും. അത് ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ഇറക്കത്തിലാണ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അത് കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഏത് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്ത് പോവുക തന്നെയാണ് ചെയ്യുക, മുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഏറ്റവും മുകളിലെത്തിയാലോ പിന്നെ അങ്ങോട്ട് ഇൻക്രീസ് ഇല്ല. അങ്ങനെ ഇൻക്രീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫംഗ്ഷൻ ഇനി ഏത് ഡയറക്ഷനിലേക്കും ഇൻക്രീസ് ചെയ്യാനില്ല ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായിരിക്കും, ഡെൽ എച്ച് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. നമ്മൾ ഡെൽ എച്ച് എടുക്കുന്നു, അത് 0 ആക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഫംഗ്ഷൻ കിട്ടും, സംതിങ് ഇൻറ്റു ഐ പ്ലസ് സംതിങ് ഇൻറ്റു ജെ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു വെക്ടർ 0 ആവണമെങ്കിൽ ഐ കമ്പോണൻറ്റും 0 ആവണം, ജെ കമ്പോണൻറ്റും 0 ആവണം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഐയുടെ കമ്പോണൻറ്റിനെ 0 ആക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും, ജെയുടെ കമ്പോണൻറ്റ് 0 ആക്കുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സിനും വൈക്കും ഓരോ വാല്യൂസ് ലഭിക്കും. ആ വാല്യൂസിനെയാണ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വാല്യൂസാണ് ഏറ്റവും പീക്കിലുള്ള പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അപ്പോൾ എച്ചിൻ്റെ ഫംഗ്ഷനകത്ത് എച്ചിനൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് ഇസിക്വൽ ടു സംതിങ് 10 ഇൻറ്റു സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനിൽ എക്സിനും വൈക്കും നമ്മൾ മാക്സിമം ഹൈറ്റിൻ്റെ വാല്യൂ എവിടെയാണോ മാക്സിമം ഹൈറ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ എത്രയാണോ കിട്ടിയത്, -2, 3 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ആ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഹൈറ്റ് കിട്ടും, അവിടുത്തെ ഹൈറ്റ് കിട്ടും. അതാണല്ലോ മാക്സിമം ഹൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത്. അത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ വേറെ ഒരു കൺസെപ്റ്റിലേക്ക്, അപ്പോൾ ഇനി നമ്മൾ സ്കാലറിൻ്റെ മുകളിൽ ഈ വെക്റ്റർ ഓപ്പറേറ്റർ ആക്ട് ചെയ്തു, അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വെക്റ്ററിൻ്റെ മുകളിലാണ് ഈ വെക്റ്റർ ഓപ്പറേറ്റർ ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സ്വാഭാവികമായും രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഒരു വെക്റ്റർ, രണ്ട് വെക്ടറുകൾക്കിടയിൽ ഒരു വെക്റ്റർ ഓപ്പറേറ്ററും ഒരു വെക്റ്റർ ഫംഗ്ഷനും. ഈ വെക്റ്റർ ഓപ്പറേറ്റർ ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ മുകളിൽ രണ്ട് രീതിയിൽ ആക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആവാം, രണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ആവാം. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണോ ക്രോസ് പ്രൊഡക്റ്റ് ആണോ എന്നതിനനുസരിച്ചിട്ട് രണ്ട് വ്യത്യസ്തമായ പേരുകളാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഫംഗ്ഷൻ വിച്ച് ഇസ് അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ടുള്ള എക്സിലും വൈയിലും ഫംഗ്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ നമുക്ക് അങ്ങനത്തെ പല ഫംഗ്ഷനുകളെ അറിയാം. പക്ഷേ ചില ഫംഗ്ഷൻസ്, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതിന് ഡയറക്ഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമാണ്, ഇറ്റ്സ് എ സ്കാലർ ഫംഗ്ഷൻ. പക്ഷേ സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ ലൈക്ക് എ വെരി സിമ്പിൾ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നൊരു ഫംഗ്ഷനാണ് ആർ, വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. റൈറ്റ്, ദിസ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ, ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ്. സി, ഇറ്റ്സ് ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ്. X has a direction which is called I direction or X cap direction, whatever, X direction.
Then y has a direction, am I right? Z has another direction. So everything has a direction. So this is a vector function. So now നമുക്ക് എങ്ങനെയാണ് ഒരു വെക്റ്റർ ഫംഗ്ഷനെ നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. നമ്മളൊരു ഫംഗ്ഷൻ വെക്റ്റർ ആണെങ്കിൽ നമുക്കതിനെ ജോമെട്രിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതുണ്ട്. സോ ലെറ്റ് us കൺസിഡർ, സപ്പോസ് യു ഹാവ് എ let us say ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, യു ഹാവ് 2 ആക്സിസ്, 1 2 3 4, 1 2 3 4. So this is a 2-dimensional representation. Let us say x y. Clear? Now this is minus x, this is minus y. Clear? Now suppose, what is our first point? Its origin 0 0. 0 0യിൽ r എന്ന് പറയുന്ന നമ്മുടെ ഇവിടെയുള്ള ഫംഗ്ഷനെ ഇപ്പോൾ z നമ്മൾ എന്താണ് z ഡയറക്ഷനിലേക്കില്ല. സോ ലെറ്റ് us take z to be 0. ഓക്കെ, സോ എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് പറയുന്ന 2-dimensional ഫംഗ്ഷനെയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻറ്റീജർ പോയിൻറ്റ്സിനെ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ തൽക്കാലത്തേക്ക് 1 0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഓക്കെ, സോ 1 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇതാണ് 1 0 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. 1 0, എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ 0. സോ ആറിൽ R1 0 എന്തായിരിക്കും? R1 0 നോക്കൂ നിങ്ങൾ. R1 0 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുന്നു, വൈക്ക് 0 കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് 1i, റൈറ്റ്, പ്ലസ് 0j, പ്ലസ് 0j. സോ ദാറ്റ് ഈസ് 1i. 1i എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മോഡുള്ള ലെങ്ത്തുള്ള ഐ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ. അതായിരിക്കും ഈ പോയിന്റിലുള്ള 1 0 എന്ന് പറയുന്ന പോയിന്റിലെ വെക്ടർ. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി let us represent that vector in red. So that is something here. Okay, unit direction ulla, unit magnitude ulla I direction ulla oru vector. Now another point 0 1. Let us consider 0 1. This is the point 0 1. Am I right? This is the point 0 1. അവിടെ എന്താണ്? R0 1. നോക്കൂ, R0 1 എന്ന് പറഞ്ഞാൽ എക്സിന് 0, വൈക്ക് 1. റൈറ്റ്? So this is 1j. So y directional unit vector. All right? So this is it. Now let us consider minus 1 0. അതെവിടെയാണ്? This is minus 1 0. ഓരോ പോയിന്റുകൾ നമ്മൾ എടുത്ത് നോക്കുന്നു. അവിടെ എന്തായിരിക്കും? R minus 1 0 എന്തായിരിക്കും? എക്സിന് മൈനസ് ഐ, വൈക്ക് 0. So this is it. Then 0 minus 1. 0 minus 1. This is the point. Obviously if you do, that will be something like this. Right? Now let us consider 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് നോക്കാം. R1 1. Okay, so R1 1 എവിടെയാണ്? എക്സും 1, വൈയും 1. So that is this is the point. So R1 1 എന്താണ്? 1i പ്ലസ് 1j. So ഐയിലേക്കും 1, ജെയിലേക്കും 1. This is the vector. So ഇത് ഒരു സിംഗിൾ വെക്ടർ ആയതുകൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓൾറൈറ്റ്? സോ റിസൾട്ടൻറ്റ് വെക്ടർ അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? സോ വാട്ട് വി ആർ ബോതേർഡ് ഹിയർ ഈസ് ദ റിസൾട്ടൻറ്റ് വെക്ടർ ഓഫ് 1i പ്ലസ് 1j. സിമിലർലി ഇഫ് യു കൺസിഡർ -1 1 -1 1 r -1 1 ആണെങ്കിൽ എന്താണ്? -i പ്ലസ് 1j. -1i പ്ലസ് 1. അപ്പോൾ എന്തായിരിക്കും അത്? മൈനസ് ഐയിലേക്ക് യൂണിറ്റ്, പിന്നെ മുകളിലേക്ക് ഒരു യൂണിറ്റ്. സോ ഇറ്റ്സ് റിസൾട്ടൻറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ പോയിന്റിലോ -1 -1 എന്ന് കൊടുത്താലോ താഴേക്കും പിറകോട്ടും രണ്ടും മൈനസ്, അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ദെൻ 1 -1 ഇവിടെയാണ് എടുക്കുന്നതെങ്കിലോ സോ ഇറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഓരോ പോയിന്റും നിങ്ങൾ അടുത്തത് 2 0. 2 0 എന്തായിരിക്കും? 2 യൂണിറ്റ് ലെങ്ത് ഉള്ള പോയിന്റ്. 2 1 എടുക്കുകയാണ്, ഇവിടെ എടുക്കുകയാണ്. 2 1. ഓക്കെ, 2 1 ഇവിടെ. അപ്പോൾ എന്തായിരിക്കും? സംതിങ് ലൈക്ക് ദിസ്. ലെങ്ത് കൂടി കൂടി വരും. 1 2 ഇവിടെ. ഓരോ നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. സോ ഇറ്റ് വുഡ് ബി എ വെക്റ്റർ ലൈക്ക് ദിസ്. സോ ഐ എം representing that vector here in the animation.
So this is the vector we are talking about. Okay, so this is a beautiful vector we can see in the animation. Now if you consider the divergence of things, let us say del dot r. Okay, what is that? Dou by dou xi plus dou by dou yj plus dou by dou z k dot എന്താണ് xi plus yj plus zk. ഇപ്പോൾ ആറാണ് എടുക്കുന്നതെങ്കിൽ ഇനി നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് സിംപ്ലി how much is that? That is simply dou or I dot I 1. So that is dou x by dou x I dot I 1 plus dou y by dou y plus dou z by dou z. Am I right? I dot I 1, I dot j 0, I dot k 0. അപ്പോൾ അതൊക്കെ 0 ആയിപ്പോയി. J dot I 0, J dot J 1, അതുകൊണ്ട് ഈ dou y by dou y മാത്രം ഉണ്ടാവും. K dot I 0, K dot J 0, K dot K 1, dou z by dou z. So this is dou z by dou z 1, dou y by dou y 1, dou z by dou z 1. This is 3. So this is a positive number. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവർ ജോമെട്രിക്കൽ ഫങ്ഷൻ ദിസ് ആർ എന്ന് പറയുന്ന ഫങ്ഷൻ നോക്കൂ, നിങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. പുറത്തേക്ക് പോകുന്തോറും അതിൻ്റെ വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് കൂടിക്കൂടി വരുന്ന ഒരു പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് പറയുന്നതാണ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ ഡൈവേർജ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നേച്ചറിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ അറിയുന്നൊരു ഫങ്ഷനാണ്. ഇനി നേരെ തിരിച്ച് വേറെ ചില ഫങ്ഷൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നെഗറ്റീവ് ചാർജിലേക്കുള്ള ഫീൽഡ് ലൈൻസ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വന്നിട്ട് അല്ലേ, അതിനകത്തേക്ക് ചാർജിലേക്കാണ് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ചാർജിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ്, അത് സിങ്ക് ചെയ്യുകയാണ്. അതായത് ഫീൽഡ് ലൈൻസ് ഒരു പോയിന്റിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഡൈവേർജൻസ്. നമ്മൾ അതുപോലെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കാവുന്ന ഒരു പോയിൻ്റാണ്, നമുക്ക് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാനിവിടെ വരച്ചതുപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, നീളം താഴേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ഏരിയ എടുക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു ഏരിയ, എല്ലാം കൂടി കണക്കാകുന്ന ഒരു ഏരിയ. ഓക്കെ, സോ ഞാൻ കുറച്ച് വലിയൊരു ഏരിയ. ഓക്കെ, ഈ ഏരിയ എടുക്കുമ്പോഴോ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കൂ, അപ്പർ പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? കുറഞ്ഞു വരികയും ഫൈനലി ഇത് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ഫൈനൽ മൈനസ് ഇനീഷ്യൽ നോക്കുമ്പോൾ എന്താണ്? കുറഞ്ഞത് ഫൈനലിൽ കൂടിയത്. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഡൈവേർജൻസ്. അപ്പം യഥാർത്ഥത്തിൽ ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സ്പ്രെഡ് ഔട്ട് ചെയ്യുക എന്ന് മാത്രമല്ല. നിങ്ങളൊരു പോയിൻ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്തുന്ന ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസ് അല്ലേ, ഫ്ലക്സ് ലൈൻസ് അല്ല, ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിലുള്ള ഫീൽഡ് ലൈൻസിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ആ ഫ്ലക്സ് കടന്നു വരുന്ന ഫ്ലക്സും അതിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സും ഉണ്ട്. അപ്പോൾ പോകുന്ന ഫ്ലക്സ് കൂടുതലും കടന്നു വരുന്നത് കുറവുമാണ് എങ്കിൽ പോസിറ്റീവ്. നേരെ തിരിച്ച് വരുന്നത് കൂടുതലും പോകുന്നത് കുറവുമാണ് എങ്കിൽ അല്ലേ, വരുന്ന കൂടുതൽ വെള്ളം വന്നിട്ട് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് എ സിങ്ക്, അവിടെ എവിടെയോ ശേഖരിക്കുന്നുണ്ട്. നേരെ തിരിച്ച് കുറച്ച് വെള്ളമേ അകത്തേക്ക് വരുന്നുള്ളൂ, കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. നമ്മളെന്തായാലും പറയാം ഒരു സോഴ്സ് ആണെന്ന് പറയാം. ഒന്നും വരാതെ പുറത്തേക്ക് വരുന്നതിനാണല്ലോ പൈപ്പ്, സോഴ്സ് ആണ്. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് ഹൗ വി സേ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചാർജ് എടുക്കുകയാണ്, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീൽഡ് ലൈൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. പുറത്തേക്ക് ഫീൽഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഫീൽഡ് ലൈൻസ് എപ്പോഴും പുറത്തേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഡൈവേർജൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം നിങ്ങൾ
ഒരു നെഗറ്റീവ് ചാർജാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് മേ ഹാവ് എ നെഗറ്റീവ് ഡൈവേർജൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കുക. ആ പുഴയുടെ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കുക. അവിടെ ഏത് പോയിൻ്റ് എടുത്താലും പുഴയിലൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് വരുന്ന വെള്ളവും അതിൽ നിന്ന് കടന്നു പോകുന്നു എന്തായിരിക്കും? ഒരു സ്ട്രീം കൃത്യമായിട്ടുള്ള എല്ലായിടത്തും ഒരേ വെലോസിറ്റിയുള്ള സ്ട്രീം ആണെങ്കിൽ എന്തായിരിക്കും? സ്ട്രീം ലൈനായിട്ട് പോകുന്ന പുഴയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഏത് പോയിന്റിലേക്കും വരുന്ന വെള്ളത്തിൻ്റെ അളവും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിൻ്റെ ഡൈവേർജൻസ് എത്രയായിരിക്കും? വരുന്നതും പോകുന്നതും തുല്യമാണെങ്കിൽ ഡൈവേർജൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഡൈവേർജൻസ് എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആണ് എന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമ്മൾ കേൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക്, ഡെൽ ക്രോസ് എ വെക്ടർ എ. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ്, ഡെൽ ഓപ്പറേറ്ററിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. സോ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഉദാഹരണം, ലെറ്റ് us say you have a function like a is equal to minus x I cap plus y, minus, അത് കിട്ടില്ല, minus y I cap പ്ലസ് എക്സ് ജെ ക്യാപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇതായിരിക്കും. മൈനസ് വൈ ഐ ക്യാപ്പ് പ്ലസ് എക്സ് ജെ ക്യാപ്പ്. ആ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യും? നമുക്ക് ചിത്രം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ 2 ഡയമെൻഷനിൽ നമ്മൾ എക്സും വൈയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആണ് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ 1 0. അപ്പോൾ A10, എക്സിന് 1, വൈക്ക് 0. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ ആദ്യത്തെ കഷ്ണം എന്തായി? 0 ആയി. പ്ലസ് എക്സിന് 1 കൊടുത്താൽ 1j. അപ്പോൾ ഈ പോയിൻ്റിൽ എന്താണ് നമ്മുടെ പുതിയ ഫംഗ്ഷൻ്റെ ഡയറക്ഷൻ എത്രയാണ്? 1j. ജെ ഡയറക്ഷനിൽ യൂണിറ്റ്. ജെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എക്സ്, ഇത് വൈ ഡയറക്ഷനിലാണ് ജെ എന്ന് പറയുന്നത്. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദി J direction. This is the vector. ഇനി A 0 1 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണ്? ഇതാ വൈ ആക്സിസിൽ 0 1 എന്ന് പറയുന്നത്. അത് കൊടുത്താലോ എക്സിന് 0 അല്ലേ, വൈക്ക് 1, -1 i എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട്. എക്സ് ഇസ് -1 ആണെങ്കിൽ y 0 i പ്ലസ് -1j എന്ന് പറഞ്ഞാൽ താഴേക്ക്, അല്ലേ? ദെൻ A 0 -1 കൊടുത്താൽ എന്ത് കിട്ടുക? എക്സ് 0 y -1 -1 സോ ദാറ്റ് ഈസ് i പ്ലസ് i എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടേക്ക്. അടുത്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, അടുത്ത പോയിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, അടുത്ത പോയിൻ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ എവറി പോയിൻ്റ് നിങ്ങൾ ഈ 1 1 എന്ന് കൊടുത്ത് നോക്ക്. ഇറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. നിങ്ങൾ ഓരോ പോയിൻ്റും എടുത്ത് വരച്ച് നോക്കുക. ഓക്കെ, ഡു ഇറ്റ് ആസ് എ ഹോം വർക്ക്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ, ഇനി ഹാഫ് എടുത്താലും നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഈ ഫംഗ്ഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇറ്റ് ഈസ് എ കേളിങ് ഫംഗ്ഷൻ. ഒരു ചുഴി പോലത്തെ ഫംഗ്ഷനാണ് ഇത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്കിതിൻ്റെ ആനിമേഷനിൽ കാണാൻ പറ്റും. ദർ ആർ ലോഡ് ഓഫ് ഫംഗ്ഷൻ. ഇറ്റ് വർക്ക്സ് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. സോ ഒരു ക്ലോക്ക് വൈസിൽ പോകുന്ന ഫംഗ്ഷൻസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് കേൾ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസിൽ പോകുന്നതിൻ്റെ കേൾ നെഗറ്റീവായിട്ടും എടുക്കാം. ഇറ്റ്സ് ജസ്റ്റ് എ കൺവെൻഷൻ. ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ഫങ്ഷൻസ് ഹാസ് എ സം കേൾ. ഇറ്റ് ഹാസ് സം കേൾ. അങ്ങനെയാണ് നമ്മൾ കേൾ എന്ന് പറയുന്നത്. കേൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സാധാരണ ഇതിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഒരു പുഴയുടെ അടിവശത്ത് വളരെ വലിയ ഒഴുക്കും മുകളിൽ വളരെ ശാന്തമായിരിക്കുന്നത്. അതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ളൊരു വെക്ടർ നോക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കാണുന്നത് പോലെ മുകളിലുള്ള വെക്ടേഴ്സിന് നോക്കൂ, മുകളിലുള്ള വെക്ടേഴ്സിന് നീളം കൂടുതലാണ്, അടിയിലേക്ക് പോകുമ്പോൾ നീളം കുറവാണ്.
അതിനകത്ത് നിങ്ങളൊരു ഏരിയ എടുത്താൽ എന്താ സംഭവിക്കുക? മുകളിൽ ഒരു വടി വെച്ചാൽ അവൻ കറങ്ങും അല്ലേ? മുകളിലേക്ക് കുത്തനൊരു വടി വെച്ച് കഴിഞ്ഞാൽ മുകളിൽ വെലോസിറ്റി കൂടുതലും അടിയിൽ കുറവുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ മുകളിലത്തെ ഡയറക്ഷനിൽ കറങ്ങും. സോ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് കേൾ എന്നാണ് അതിൻ്റെ മീനിങ്. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, പുഴയിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ ഉണ്ടാകുന്ന വലിയ ചുഴികൾ. ആ ചുഴികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു കേൾ തന്നെയാണ്. ആ ചുഴിയുടെ ഒരു ഫങ്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡെൽ ക്രോസ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് എ ഫങ്ഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ആ ചുഴിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേളിനെ, ചുഴിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുകയും ചെയ്യും. ఇంకా వాడేం బయటకు వస్తాడు? పదండి. ఇది రుక్మిణీమాత యజ్ఞమనస్సుతో ఆరాధించిన ద్వారకా కాళీమాత పసుపు కుంకుమ. పరిస్థితి చేయి దాటినప్పుడు చేదోడుగా ఉంటుంది. ഇനി വേറെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം നോക്കാം. ഡെൽ ക്രോസ് നേരത്തെ എടുത്ത എ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ, നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഡെൽ ക്രോസ് എടുക്കേണ്ടതെന്നുള്ളത്. ഐ ജെ കെ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെറ്റ്. നേരത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? മൈനസ് വൈ എക്സ് 0 അല്ലേ. ഇനി നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? ഇറ്റ് സിംപ്ലി ബിക്കംസ്, ഞാൻ ചെയ്യണ്ടല്ലോ, ഐ ഇൻറ്റു 0 0, ജെ ഇൻറ്റു ജെ എടുത്ത് നോക്കിയാൽ 0 0, കെ ഇൻറ്റു എന്താണ്? കെ മാത്രമാണ് ഉണ്ടാവുക. കെ ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് 1, ഡോ വൈ ബൈ ഡോ വൈ മൈനസ് 1, ദാറ്റ് ഈസ് 2k. Alright? So this simply means 2k. What do you mean by 2k? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ XY പ്ലെയിനിലാണ് ചുഴി ഉള്ളത്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് വുഡ് ബി ഇൻ ദ ഡയറക്ഷൻ വിൽ ബി ഇൻ ദ Z ഡയറക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുഴിക്കകത്തേക്ക് നിങ്ങളൊരു വടി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുഴിയിലേക്കൊരു തോണി വീണ് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുക, ഏത് ഡയറക്ഷനിലാണ് നിന്ന് കറങ്ങുക? പലപ്പോഴും ഈ ചുഴിയിലൊക്കെ പെട്ടുപോയിട്ടുള്ള സാധനങ്ങളുടെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നേരെ കുത്തനെ ആയിരിക്കും നിൽക്കുക എന്ന് കാണാൻ പറ്റും. സോ ചുഴിയുടെ ഡയറക്ഷൻ എപ്പോഴും അങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വാട്ട് കേൾ ആക്ച്വലി മീൻസ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ദിസ് ഈസ് വാട്ട് ഓൾ അബൌട്ട് curl and divergence. So I'll be giving some assignments at the end of this session.